പ്രതീക്ഷയോട് തന്നെ BJP നോക്കിക്കാണുന്ന പല മണ്ഡലങ്ങളുണ്ട്. നേമം, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, കാട്ടാക്കട, ആറ്റിങ്ങൽ അടക്കമുള്ള വലിയ പ്രതീക്ഷയുള്ള, അവിടെ വിജയിച്ച് കയറാൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. അവിടെയാണ് 4 മണിയോടുകൂടി തന്നെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം കിള്ളിപ്പാലത്ത് നിന്നും കരമന വരെയാണ് ഈ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. 50,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് BJPയുടെ ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായി തന്നെ നേമത്തെയും വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിയോടൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കും. പരമാവധി പ്രവർത്തകരെ എത്തിച്ച് അവസാന ഘട്ടത്തിൽ ഓരോ വോട്ടും തങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ BJPയുടെ എല്ലാം ശ്രമം. അങ്ങനെ പല നേതാക്കളും നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ ഉള്ളപ്പോൾ തന്നെ BJPയുടെ മുൻ അധ്യക്ഷനായ, ദേശീയ അധ്യക്ഷനായ JP നഡ്ഡ അടക്കമുള്ളവരും തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നു. അവർ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളെ എത്തിച്ചാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. പരമാവധി സീറ്റുകൾ നേടി തങ്ങളുടെ കരുത്ത് തെളിയിക്കുക, ഒരു മൂന്നാം മുന്നണിയായി നിയമസഭയ്ക്കുള്ളിൽ കടന്നു കയറുക എന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഇപ്പോൾ അവർ നോക്കിക്കാണുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നരേന്ദ്രമോദിയുടെ 2ാം സന്ദർശനം ഈ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, നരേന്ദ്രമോദി 3-4 ദിവസം മുൻപും കേരളത്തിൽ വന്നിരുന്നു. അത് പാലക്കാടും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലുമായിരുന്നു. ഈ 2 ജില്ലകളിലും BJP വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വിജയിപ്പിച്ച് കയറ്റാനുള്ള വലിയ ശ്രമം തന്നെ BJP നടത്തുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ പത്മജയും അതോടൊപ്പം തന്നെ മണലൂരിൽ KK അനീഷ്, നാട്ടികയിൽ CPIയിൽ നിന്നും BJPയിലേക്ക് വന്ന മുൻ MLA ആയ CC മുകുന്ദൻ അടക്കമുള്ളവർക്ക് വേണ്ടി വലിയ പ്രചരണം തന്നെയാണ് നടത്തുന്നത്. അന്ന് നാം തൃശ്ശൂരിലെ റോഡ് ഷോയിൽ കണ്ടതാണ്. നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ ഈ 3 നേതാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ആ ചിത്രം വ്യക്തമാണ്. ഈ 3 നേതാക്കളെ നിയമസഭയ്ക്കുള്ളിൽ എത്തിക്കുക എന്നൊരു സന്ദേശം കൂടിയാണ് നരേന്ദ്രമോദി അന്ന് നൽകിയത്. അങ്ങനെ കൊണ്ടുപിടിച്ച ഒരു പ്രചരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ 2ാമത്തെ വരവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം 2ാമത്തെ വരവാണ് ഇന്നുണ്ടാകുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദി അല്ലാതെ തന്നെ പല നേതാക്കളും ക്യാമ്പ് ചെയ്ത് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. അവർക്ക് കഴിഞ്ഞ തവണ പൂട്ടിപ്പോയ അക്കൗണ്ട് പല MLA-മാരിലൂടെ തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ BJP നടത്തുന്നത്. ശരി, എന്തായാലും പ്രവർത്തകർക്ക് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിലും തിരുവനന്തപുരത്തെ റോഡ് ഷോയിലും മോദി പങ്കെടുക്കും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. UDFിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും കേരളത്തിലെത്തും. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, വീണ്ടും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു FCRA ബില്ലടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് രാഹുൽ സംസാരിക്കുമോ എന്നതാണ് ഏറെ ആകാംക്ഷ ഓടെ എല്ലാവരും നോക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും UDFും പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിനെ കൂടുതൽ ആവേശത്തിലാക്കാൻ രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിലേക്ക് ഇന്ന് എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ മുതൽ തന്നെ രാഹുൽ ഗാന്ധി തന്നെയാണ് UDFിന്റെ, കോൺഗ്രസിന്റെ പ്രചരണത്തിലെ പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്ന അദ്ദേഹം പുതുയുഗ യാത്രയിലൂടെ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചാണ് രാഹുൽ അന്ന് പ്രഖ്യാപനം നടത്തിയത്. പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ വിവിധ മണ്ഡലങ്ങളിലേക്ക് എത്തി അതിരൂക്ഷമായ വിമർശനം LDFിനെതിരെയും BJPക്കെതിരെയും ഉയർത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഡീൽ ആരോപണം വളരെ ശക്തമായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. BJPയും LDFും ഒരേ നാണയം പോലെയാണ്. അവർ 2 വശങ്ങളാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ മുന്നണിയെയാണ് UDF നേരിടുന്നതെന്നടക്കമുള്ള ശക്തമായ ആരോപണങ്ങൾ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ LDFിനെ സംരക്ഷിക്കാനാണ് നരേന്ദ്രമോദി ഒന്നും മിണ്ടാത്തതെന്നടക്കമുള്ള ആരോപണങ്ങൾ ശബരിമലയിലടക്കം അതിരൂക്ഷമായി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ആ ആരോപണങ്ങൾ ഇന്നും രാഹുൽ ഗാന്ധി തുടരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും രാഹുൽ ഇന്ന് FCRA വിഷയം
വിഷയത്തിൽ എന്ത് പറയും എന്നുള്ളതും അറിയേണ്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് പരിപാടികളുള്ളത് 3 ജില്ലകളിലാണ്. ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. രാവിലെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ആലപ്പുഴ മുഹമ്മയിൽ നടക്കുന്ന പ്രചരണ പരിപാടിയിൽ അവിടെ ഒരു പൊതുയോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. 10:50 ആ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് ഹെലികോപ്റ്റർ മാർഗം രാഹുൽ ഇടുക്കിയിലേക്ക് പോകും. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കൊച്ചിയിലെ പരിപാടി നടക്കുക. കൊച്ചിയിൽ 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. അത് എറണാകുളത്തും അതുപോലെ തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കും വേണ്ടിയുള്ള പ്രചാരണമാണ് രാഹുൽ ഗാന്ധി എറണാകുളം ജില്ലയിൽ നടത്തുക. അങ്ങനെ 3 പരിപാടികളിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് മൂന്ന് ജില്ലകളിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്തുന്ന പശ്ചാത്തലത്തിൽ രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾ, രാഹുലിന്റെ പുതിയ ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം. ഓരോ തവണയും രാഹുൽ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഡീൽ ആരോപണം, BJP CPIM ഡീൽ ആരോപണം അതിരൂക്ഷമായി തന്നെ ഉന്നയിക്കുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അതിരൂക്ഷമായി തന്നെ ഉന്നയിക്കുന്നു. ഇനിയിപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ FCRA ബില്ലിനെതിരെ വലിയ വിമർശനം ക്രൈസ്തവ സഭകളടക്കം ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ പാർലമെന്റിൽ നിന്ന് ചർച്ചകളടക്കം അത് മാറ്റിയെങ്കിലും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ നിലപാട് ഒരുപക്ഷെ ഇന്നത്തെ ഈ പൊതുപരിപാടികളിൽ പറയാനുള്ള സാധ്യതയുമുണ്ട്. അത് BJPക്കെതിരെയുള്ള അതിരൂക്ഷമായ ആയുധമാക്കി ഒരുപക്ഷെ മാറ്റുകയും ചെയ്യും. ഏതായാലും രാഹുൽ ഇന്ന് 3 പരിപാടികളിൽ പങ്കെടുക്കും. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് മുൻപ് ഒരു തവണ കൂടി രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുടെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയും വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. മലബാറിലെ വിവിധ മണ്ഡലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിൽ സജീവമായി എത്തും. ശരി, എന്തായാലും UDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും കേരളത്തിലെത്തുകയാണ്. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്. സ്വന്തം മണ്ഡലമായ ധർമ്മടം കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ പ്രചാരണം. എല്ലാ ലോക്കൽ കമ്മിറ്റി പരിധികളിലും മുഖ്യമന്ത്രി പര്യടനം നടത്തും. നാളെയും പര്യടനം തുടരും. രാവിലെ 10 മണി മുതൽ രാത്രി വരെയാണ് പ്രചാരണ പരിപാടികൾ. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തുടരും. 6-ാം തീയതി നടക്കുന്ന റോഡ് ഷോയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഭൂരിഭാഗം ജില്ലകളിലും എത്തിയിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ഡലം കേന്ദ്രീകരിച്ചായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ പരിപാടികൾ ഇനി നടക്കുക. മുഖ്യമന്ത്രി ഇന്ന് ധർമ്മടത്താണുള്ളത്. എല്ലാ ലോക്കൽ കമ്മിറ്റി പരിധികളിലും മുഖ്യമന്ത്രി പര്യടനം നടത്തും. നാളെയും ഈ ഒരു പര്യടനം തുടരും. രാവിലെ 10 മണി മുതൽ രാത്രി വരെയാണ് പ്രചാരണ പരിപാടികൾ നടക്കുക. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തന്നെ തുടരും. 6-ാം തീയതി നടക്കുന്ന റോഡ് ഷോയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഭൂരിഭാഗം ജില്ലകളിലും എത്തിയിരുന്നു.